കണ്ണിന് കാഴ്ചയില്ലാത്തൊരു വ്യക്തി മാസം സമ്പാദിക്കുന്നത് 3 ലക്ഷത്തോളം രൂപ. കോട്ടയം പള്ളിക്കത്തോട് സ്വദേശിയായ സാബുവിൻ്റെ ജീവിതകഥ ഒന്നറിഞ്ഞിരിക്കേണ്ടത് തന്നെയാണ്. 23-ാമത്തെ വയസ്സിൽ ഒരു അപകടത്തിൽ അദ്ദേഹത്തിൻ്റെ കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെടുന്നു. പക്ഷേ വിധിക്ക് മുൻപിൽ തോറ്റുകൊടുക്കാൻ സാബു തയ്യാറായില്ല. അപ്പോൾ സാബു ചേട്ടാ, എങ്ങനെയാണെന്ന് ആ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടത് എങ്ങനെയായിരുന്നു? 1998 ഫെബ്രുവരി 14 വീടിനടുത്തൊരു കിണറുപണി നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വെടിപൊട്ടുന്ന ശബ്ദം കേട്ടുകൊണ്ട് ഞാൻ അങ്ങോട്ട് ചെന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളെല്ലാം അവിടെ ഓട്ടം കൂടി നിൽപ്പുണ്ട്. അപ്പം പറഞ്ഞു, എന്നാൽ എല്ലാവരുടെ കൂടി നമുക്ക് തീർത്തിട്ട് പെട്ടെന്ന് പെരുന്നാളിന് പോകാം. ഇന്ന് പെരുന്നാളെന്നൊക്കെ പറയുന്ന വലിയ ആഘോഷമുള്ളൊരു സമയമാണ്. അങ്ങനെ ഞാൻ കിണറിനകത്തേക്ക് ഇറങ്ങി ചെന്ന് കയറൊക്കെ വലിച്ച് റെഡിയാക്കി ഇടുന്ന സമയത്ത് അടിയിൽ നിന്നൊരു വെടി പൊട്ടാനുണ്ടായിരുന്നു. അങ്ങ് പൊട്ടി. ആ പൊട്ടിയത് മുഴുവൻ എൻ്റെ മുഖത്തേക്കാണ് തെറിച്ച് ഞാൻ പറഞ്ഞു, ഒരു അബദ്ധം പറ്റിയല്ലോ എന്ന് പറഞ്ഞ് പെട്ടെന്ന് എനിക്ക് കയറപ്പിടുത്തം കിട്ടി. അവത്തവഴി ഞാൻ നേരെ മണ്ഡലത്തിലേക്ക് കയറി വരികയും ചെയ്തു. ഒന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും മൊത്തം രക്തത്തിൽ കുളിച്ച് പെട്ടെന്ന് തന്നെ വണ്ടി വിളിച്ച് എന്നെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു. അവിടെ ഒരു 15 ദിവസം ചികിത്സ നമ്മൾ തുടർന്നു. പക്ഷേ അവിടെ വെച്ച് രോഗം പ്രശ്നമായി, പഴുപ്പ് ഇൻഫെക്ഷനൊക്കെ ഉണ്ടായി, കണ്ണിനകത്തേക്ക് പോകാൻ തുടങ്ങി. എത്രയും പെട്ടെന്ന് കൊണ്ടുപോകണം, മരണപ്പെടുമെന്നൊക്കെ പറഞ്ഞു. ഉടനെ നാട്ടുകാരെല്ലാം കൂടി അങ്കമാലി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ചെന്ന് അവിടെ ഒരു 45 ദിവസത്തെ ചികിത്സ കഴിഞ്ഞ് അവിടെ നല്ല മുറിവെല്ലാം കരിഞ്ഞു. എന്നെ പതുക്കെ ആംബുലൻസിൽ വീട്ടിലേക്ക് എത്തിച്ചപ്പോൾ നാട്ടുകാരെല്ലാവരും സുഹൃത്തുക്കളും എല്ലാം കാണാനും വരും. എല്ലാവരും വന്ന് സഹതാപം പറയും, ചിലർ കരയും. അതൊക്കെ കാണുമ്പോൾ നമുക്ക് കൂടുതൽ പ്രയാസങ്ങളാണ്. കാരണം നമുക്ക് എല്ലാവരുടെ സങ്കടം നമ്മൾ തന്നെ സങ്കടപ്പെട്ടിരിക്കുക. അപ്പോൾ അവരുടെ കരയിൽ നമുക്ക് പോയി. അപ്പോൾ എല്ലാവരും പറഞ്ഞു, നമുക്ക് മധുരയ്ക്ക് കൊണ്ടുപോയി മധുര അരവിന്ദ് ഹോസ്പിറ്റലിൽ അവിടെ കൊണ്ടുവന്നു. ഒരു ദിവസം അവിടെ താമസിച്ചു. വിദഗ്ധരായ ഡോക്ടർമാരെല്ലാം പരിശോധിച്ചതിന് ശേഷമാണ് നമ്മൾ ആ സത്യം തിരിച്ചറിയുന്ന. കാഴ്ച ഒരിക്കലും ഇനി നമ്മുടെ ജീവിതത്തിലേക്കില്ല. പക്ഷെ ഞാൻ അറിഞ്ഞില്ല, എന്നോടത് ആരും പറഞ്ഞുമില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് നമുക്കത് മനസ്സിലായി. കാരണം അന്ന് ഈ ആൾക്കാരെല്ലാം അവിടെ ഇരുന്ന് കടക്കം പറയാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ചെവിയിലത് ശ്രദ്ധയിലത് പെട്ടു. അപ്പം അങ്ങനെ ഇരുന്നു. അപ്പോൾ എനിക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ, എനിക്ക് കട്ടിലിൽ നിന്നൊക്കെ എണീക്കുന്ന സമയത്ത് എനിക്ക് ഇയർ ബാലൻസ് നഷ്ടപ്പെടും. ഞാൻ തല കറങ്ങി വീഴുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അപ്പം അങ്ങനെ അത് 2 പേര് പിടിക്കണം. അപ്പം അച്ഛനും അമ്മയ്ക്കും കൂലിപ്പണിയാണ്. അപ്പം അച്ഛൻ പണിക്ക് പോകും, അമ്മയുള്ളൂ പിന്നെ സഹായത്തിന് മാത്രം. പിന്നെ 2 അനിയന്മാരോ 10-12 വയസ്സൊക്കെ അനിയന്മാരോ ഉള്ളൂ. അപ്പം അമ്മയ്ക്കും ജോലിക്കൊന്നും പോകാൻ മേലാതെ വന്ന് വലിയ ബുദ്ധിമുട്ടിലേക്കായി. അപ്പം അമ്മയോട് ഞാൻ പറഞ്ഞു, എന്നാൽ എന്നെ എവിടെയെങ്കിലും ഇവിടെ സ്ഥാപനത്തിൽ കൊണ്ടുപോയി ആക്കിയേക്കാനൊക്കെ അന്ന് ഞാൻ ഇങ്ങനെ സംസാരിക്കുക. പക്ഷെ അമ്മയൊന്നും അതിന് തയ്യാറായില്ല, കൊണ്ടുപോയാക്കാനായിട്ട് അവരാരും തയ്യാറായില്ല. അങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോഴാണ് തൊടുപുഴയിൽ ഒരു ആയുർവേദ ആശുപത്രിയിൽ ചികിത്സ ഉണ്ട്, കണ്ണിന് ചികിത്സ ഉണ്ടെന്ന് പറഞ്ഞ ഒരാളെന്നോട് പറയുകയും അമ്മയും ഞാനോട് കൂടി അവിടെ ആശുപത്രി ചെന്നപ്പോൾ ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു, സാബു കാഴ്ച കിട്ടുന്ന കാര്യം പുള്ളി ഓപ്പണായിട്ട് തന്നെ പറഞ്ഞു. അത് മനസ്സിലാക്കണം, അത് നിങ്ങൾ ഒളിച്ചു വെച്ചിട്ട്. കാരണം നിങ്ങളിനി ആ സത്യം തിരിച്ചറിഞ്ഞ് നിങ്ങൾ മാനസികമായിട്ട് റെഡിയാകണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് തുറന്നു പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറ് പറഞ്ഞ് എനിക്ക് സന്തോഷമുള്ളൂ. കാരണം കിട്ടുമെന്ന് പറഞ്ഞാൽ ഞാൻ ആ പ്രതീക്ഷയോട് കൂടി തന്നെ ജീവിക്കും. അപ്പോൾ കിട്ടത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് കാഴ്ച കിട്ടില്ല, കുഴപ്പം എനിക്ക് എണീറ്റ് നിൽക്കാൻ പറ്റുമല്ലോ, അതെനിക്കൊരു വലിയ ബുദ്ധിമുട്ടാണ്. ഇയർ ബാലൻസ് ഏറ്റവും നിന്ന് അപ്പം എനിക്ക് തല കയറണം. അപ്പോൾ പറഞ്ഞാൽ അതിന് നമുക്ക് ട്രീറ്റ് ചെയ്യാം. ഗവൺമെൻറ് ആശുപത്രി പ്രത്യേകിച്ച് പൈസ ചിലവുണ്ട്. മരുന്നൊക്കെ പുള്ളി തന്നെ ഉണ്ടാക്കുന്നുണ്ട്, പുറത്ത് കടയിൽ മേടിക്കാൻ കിട്ടും. പക്ഷേ ആ മരുന്നെല്ലാം എനിക്ക് അവിടെ സൗജന്യമായിട്ടായിരുന്നു. അങ്ങനെ ഏകദേശം 1.5 വർഷത്തോളം ചികിത്സ അവിടെ തുടർച്ചയായിട്ട് തന്നെ ചെയ്യേണ്ടി വന്നു. അങ്ങനെ ചെയ്ത് ഞാൻ ആ ഇയർ ബാലൻസ് എല്ലാം റെഡിയായി. അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് വലിയ ദുഃഖം പിന്നെയും കൂടി ഇടുന്നത്. കാരണം അതുവരെ തോട്ടി ഒന്നിച്ച് കുളിക്കുകയും സിനിമ കാണാൻ പോവുകയും ഒക്കെ നടക്കുകയൊക്കെ ചെയ്ത് ആ സുഹൃത്തുക്കളെല്ലാം എൻ്റെ ഫ്രണ്ടിൽ വന്നു പോയാലും എന്നെ വിളിക്കാതെയോ എന്നെ മിണ്ടാതെയോ പോകും. അപ്പോൾ അത് മറ്റൊരാൾ പറഞ്ഞിട്ടാണ് ചിലപ്പോൾ ഞാനത് അറിയുന്നത്. സാബു അയാൾ വന്നിട്ട് അയാൾ എന്താ ഫ്രണ്ടിൽ പോയിട്ട് വിളിക്കാതിരുന്ന് കണ്ടുകൊണ്ട് നിൽക്കുന്ന ആൾക്കാരോട് ചോദിക്കുമ്പോൾ എനിക്ക് വലിയ സങ്കടം ഉണ്ടാവും. അങ്ങനെ അത് പലപ്പോഴായപ്പോൾ ആൾക്കാർ എന്നെ ഒഴിവാക്കുന്നു എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അപ്പോൾ എനിക്ക് അതിൽ നിന്നൊരു വാശിയുണ്ടായി. ഒഴിവാക്കുന്നെങ്കിൽ ഒഴിവാക്കട്ടെ, സാമ്പത്തികമായിട്ട് പുറകോട്ടാണെന്നുള്ളൂ, പക്ഷേ എനിക്ക് നടക്കാനും എടുക്കാനും പറ്റണം. അങ്ങനെ ഞാൻ വടിയുടെ സഹായത്തോടുകൂടി പതുക്കെ വീടിന് പുറത്തിറങ്ങി വഴി കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പത്തിയോടെ നടന്നു. അപ്പോൾ എനിക്കതൊരു തടസ്സമായിട്ട് തോന്നിയില്ല. അപ്പോൾ ഞാൻ അതിൽ നിന്നൊരു സംഭവം കണ്ടുപിടിച്ചൊരു വഴിയുടെ സൈഡ് കൂടി അങ്ങ് പോയാൽ എനിക്ക് യാത്ര ചെയ്യാൻ പറ്റും. അങ്ങനെ ഞാനത് ചെറിയ വഴിയുടെ സഹായത്തോടുകൂടി യാത്ര ചെയ്തു. അങ്ങനെ പോയി. അപ്പോൾ ഈ ആശുപത്രി കിടന്ന സമയത്ത് കുറേ ആൾക്കാരുമായിട്ട് എനിക്ക് ബന്ധങ്ങളുണ്ടായി. ഈ കണ്ണിന് കാഴ്ചയില്ലാത്ത ആൾക്കാരുമൊക്കെ ആയിട്ട് ബന്ധങ്ങളുണ്ടായി. അപ്പോൾ അതുവഴി ഞാൻ ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡിൽ പേര് രജിസ്റ്റർ ചെയ്തു. അവിടെ അവരുടെ സംഘടനാ പ്രവർത്തനങ്ങളിലൊക്കെ പോയി. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് നടക്കാനായിട്ടൊരു വടി അവർ അന്തരായിട്ടുള്ള ആൾക്കാർ ഉപയോഗിക്കുന്നൊരു വടി എനിക്ക് തന്നു. അപ്പോൾ വടിയുടെ സഹായത്തോടെ വെച്ചാൽ വടിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവർ കാണുമ്പോൾ തിരിച്ചറിയാൻ പറ്റും. വടി കുത്തി പല അസുഖക്കാരും നടക്കാറുണ്ട്, പക്ഷേ അന്നേരം ആൾക്കാർ മാത്രമേ അങ്ങനെ വടി. അപ്പോൾ വണ്ടിക്കാരൊക്കെ വരുമ്പോൾ നമ്മളെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കും. നമ്മൾ വഴി നടക്കാൻ അവർ വഴി നിർത്തി ഓണടിക്കും. അപ്പോൾ നമ്മൾ സൈഡിലേക്ക് മാറും. അങ്ങനെയുള്ള പല കാര്യങ്ങളും നടക്കും. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞ് പിന്നെ ബസ്സൊക്കെ കയറി യാത്ര ചെയ്യാൻ തുടങ്ങി. അങ്ങനെ യാത്ര ചെയ്ത് എല്ലാ സ്ഥലങ്ങളിലേക്കും എനിക്ക് മനസ്സിനഷ്ടം ഉണ്ടാകുമ്പോൾ ഞാൻ ബസ്സൊക്കെ കയറി വന്നെങ്കിൽ അമ്മ വീട്ടിൽ പോകും. അല്ല എന്തെങ്കിലും ബന്ധുക്കൾ നമ്മളെ അംഗീകരിക്കുന്ന ബന്ധുക്കളുടെ വീടുകളിലെല്ലാം നമ്മൾ പോകാറുണ്ട്. അങ്ങനെയാണ് ഇടുക്കിയിൽ അമ്മ കൂടെ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അമ്മയുടെ സഹോദരി അവിടെ താമസിക്കുക. എന്നെ വിളിച്ച് പറഞ്ഞു, ഈ ഒരു ദിവസം അവിടെ വരെ വരണം, ഒരു കല്യാണാലോചന വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. 2005 ഞാൻ പോയി അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴത്തേന് അമ്മയുടെ സഹോദരി പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ,
അവർ രണ്ട് വത്സയുടെ ഒരു കുഞ്ഞമ്മയും എൻ്റെ അമ്മയുടെ സഹോദരിയും കൂടി ആലോചന നടത്തും. അപ്പോൾ കണ്ണിന് ചെറിയ മൂടലേ ഉള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവരും പറഞ്ഞു എന്നാൽ കുഴപ്പമില്ല, മൂടലല്ലേ ഉള്ളൂ, ബാക്കി കുഴപ്പമില്ല. അപ്പോൾ അവിടെ വന്നു എനിക്ക് ചെല്ലാൻ വലിയ ബുദ്ധിമുട്ട്. അപ്പോൾ ഞാൻ വത്സ വന്ന് കണ്ടപ്പോഴേ ഞാൻ ചോദിച്ചപ്പോൾ വത്സയ്ക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ വത്സയോട് പറഞ്ഞു, വത്സ കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടതാണ്, ഇവർ നമ്മളെ കബളിപ്പിച്ചതാണ്, നിങ്ങളെ കബളിപ്പിച്ചത് നിങ്ങളെയും കബളിപ്പിച്ചു, എന്നോട് ഇത് ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് ഉള്ള കാര്യം തുറന്നു പറഞ്ഞു, കാഴ്ച പറഞ്ഞു പൂർണ്ണമായിട്ടും കിട്ടുകയില്ല, അപ്പോൾ അത് നമുക്ക് ബുദ്ധിമുട്ടാണ്, അങ്ങനെ ജീവിക്കാനും വരുമാനമൊന്നുമില്ല, ചുമ്മാ അങ്ങനെ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ പോരുകയും ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ വത്സ എന്നെ ഫോണിക്കൂടെ ബന്ധപ്പെട്ടു. ഇങ്ങനെ ഞാൻ നാട്ടിലോട്ട് എത്തിയോ എന്നറിയാനായിട്ട് വിളിച്ചതാണ്. വിളിച്ചു കഴിഞ്ഞപ്പോൾ കല്യാണക്കാരിയൊക്കെ പറഞ്ഞു. അപ്പോൾ രണ്ടു പേർക്കും സങ്കടമായി. വത്സയ്ക്കും വന്ന് കണ്ടപ്പോൾ സങ്കടമായി, എനിക്കും ചെന്നപ്പം ബുദ്ധിമുട്ട്, ഞാൻ ആദ്യമായിട്ട് പോകുന്നത് കാണാനായിട്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ വത്സ പറഞ്ഞു എന്നാൽ കല്യാണം കഴിക്കുകയാണെങ്കിൽ എൻ്റെ സാവചാരനാണ്, സാവചാരനെ കല്യാണം കഴിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ അതങ്ങ് പറഞ്ഞ് ഞാൻ പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞ് വത്സ പിന്നെ ഒട്ടും സമ്മതിക്കില്ല. അപ്പോൾ വത്സയ്ക്ക് വേറെ കല്യാണം വേണ്ടെന്നുമായി. അപ്പോൾ അവർ ആങ്ങളെയും പെങ്ങളും മാത്രമേ ഉള്ളൂ. അപ്പോൾ ആങ്ങളോട് പറഞ്ഞപ്പോൾ ആങ്ങളെയും ചെറിയ ബുദ്ധിമുട്ടി കിട്ടുന്നതുകൊണ്ടല്ല, വരുമാനമൊന്നുമില്ല, കണ്ണും കാഴ്ച നീ കയ്യെ പിടിച്ചൊക്കെ നടക്കേണ്ട, ഒരു മക്കളൊക്കെ ഉണ്ടായി എടുത്തുകൊണ്ടൊക്കെ നടക്കാനും പുള്ളിയെ കൊണ്ടു നടക്കാനൊക്കെ വത്സ പറഞ്ഞു എന്തോ ആകട്ടെ, അതൊക്കെ അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ലേ. അപ്പോൾ അതങ്ങനെ പറഞ്ഞ് ആ ബന്ധം എല്ലാവരുടെ കൂടി രണ്ടു വീട്ടുകാരുടെ കൂടി സഹായത്തോടു കൂടി നടത്തി. ജൂൺ മാസത്തിൽ നടത്തി ഞങ്ങളിങ്ങനെ പോകുന്ന 2007 ഞങ്ങൾക്കൊരു മോനുണ്ടായി. മോനൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ അതുവരെ സഹായിച്ചുകൊണ്ടിരുന്നവരൊന്നും പിന്നെ വത്സം ഒന്നുമില്ല, അങ്ങനെ പ്രത്യേകിച്ച് ആർക്കും ആരും ജീവിതകാലം മുഴുവൻ സഹായിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഇരുന്നപ്പോൾ വത്സയുടെ നമുക്ക് ജീവിക്കാൻ എന്തെങ്കിലും ഒരു വരുമാനം വേണം, നമുക്ക് ആരുടെയും പിന്നെ കൈ നീട്ടാൻ പറ്റത്തില്ല ഇനി. അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ പല ബിസിനസ്സിനെ കുറിച്ചൊക്കെ ആലോചിച്ചപ്പോൾ ഞാൻ അന്നേരം പറഞ്ഞു എനിക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല, ജീവിതത്തിൽ ഞാൻ ചെയ്യലെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് എൻ്റെ സഹോദരൻ്റെ വീട് പണിക്ക് ആവശ്യമായിട്ട് തകിട് എടുത്തുകൊണ്ട് വരാൻ മേസ്തിരി എന്നെ പറഞ്ഞു വിട്ടു. ഞാൻ 3-4 പ്രാവശ്യം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ സാധനം കിട്ടുന്നില്ല, പൈസ അടച്ചിട്ട് പോകും, തകിട് വരും വിളിച്ചേക്കാം. അപ്പോൾ ഞാൻ വാർക്കാൻ വീടൊക്കെ വാർക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഇരുമ്പ് തകിട്. അപ്പോൾ മേസ്തിരിയോട് ഞാൻ പറഞ്ഞു മേസ്തിരി എന്ത് സാധനം ഇത് കിട്ടും, എനിക്കത് കാണത്തില്ലാത്തതുകൊണ്ട് അറിയത്തുമില്ല തന്നെ അതൊന്നും. അപ്പോൾ എനിക്ക് ആ കാഴ്ച പോയി കഴിഞ്ഞാൽ സത്യത്തിൽ ഇതൊക്കെ പ്രത്യക്ഷപ്പെടുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു സാബു ഇതൊരു നല്ല സംരംഭമാണ്, ആ മേസ്തിരി എന്നും ജീവിച്ചിരിപ്പുണ്ട്, നന്ദിയോടുകൂടി പുള്ളി ഇപ്പോഴും ഓർക്കുക, പുള്ളിയുടെ വാക്കാണ് എന്നെ ഈ നിലയിലൊക്കെ കൊണ്ട് എത്തിച്ചേക്കുന്നത്, ബാബു എന്നാണ് പുള്ളിയുടെ പേര്. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു സാബു ഇതിങ്ങനെ ഇത്രയും പൈസയൊക്കെ അതിന് വിലയുള്ളൂ, ഇത്ര രൂപയൊക്കെ വാടക കിട്ടും, അത് തന്നെയല്ല പുള്ളി ഒറ്റ കാര്യം പറഞ്ഞു, ഇത് എത്ര വർഷം കഴിഞ്ഞ് വിറ്റാലും നിങ്ങളുടെ അന്ന് മുടക്കിയ പൈസ നിങ്ങൾക്ക് കിട്ടും, ഇരുമ്പായതുകൊണ്ട് കിട്ടും. ഇനി അത് അങ്ങനെ തന്നെ എടുക്കാൻ ആളില്ലെങ്കിൽ നിങ്ങൾക്ക് ചളുക്കി കൂട്ടി ആക്രിക്ക് കൊടുത്താലും നിങ്ങൾക്ക് ആ പൈസ ഒരു കാലവശാലും പോകും, അതുവരെ കിട്ടുന്ന വാടകയും നിങ്ങൾക്ക് ലാഭമാണ്. അപ്പോൾ ഞാനത് ആലോചിച്ചപ്പോൾ അതൊരു ലാഭകരമായ കാര്യമാണ്. കാരണം ഇനി ഇത് അങ്ങനെ തന്നെ മേടിച്ചില്ലെങ്കിൽ ആക്രിക്കാണെങ്കിലും പോകുമല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള അന്വേഷണമായി. അപ്പോൾ എൻ്റെ കൂട്ടത്തിൽ അങ്ങനെ ഞങ്ങൾ വിശദമായിട്ട് ഞാനും അവനും കൂടി പരിശോധിച്ചപ്പോൾ ഇത് അകത്തൊക്കെ വെൽഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വെൽഡ് ചെയ്തിട്ടുണ്ട്, ഇത് ലെയ്ത്തിലായിരിക്കും ഇതിൻ്റെ പണി നടക്കുന്നത്, അപ്പോൾ നമുക്ക് ലെയ്ത്ത് കേന്ദ്രീകരിച്ച് നടക്കാം, ടൗണിലോട്ട് പോകാമെന്ന് പറഞ്ഞ് കോട്ടയം ടൗണിലേക്ക് ഒരാഴ്ചയോളം ഞങ്ങൾ എല്ലാ ലെയ്ത്തുകളിലും കയറി നടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ഒരു സ്ഥലത്തുനിന്ന് ഒരു ലിങ്ക് കിട്ടി. ആ ലിങ്ക് കിട്ടിയപ്പോൾ അത് കോട്ടയം റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തോടെ എത്തിപ്പെട്ടു. അവിടെ ഒരു ചേട്ടനോട് ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തുടങ്ങാനാണെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ വിലയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളതെല്ലാം എടുത്തതിൻ്റെ അഭിപ്രായമെല്ലാം നോക്കി ഞങ്ങളിങ്ങനെ പോകുന്നു. ഇവിടെ വന്നതിന് പൈസ ഇല്ലല്ലോ. അപ്പോൾ വത്സയ്ക്ക് ചെറിയ ചില സ്വർണ്ണം അതും ഇതൊക്കെ ഉണ്ടായിരുന്നു, ഞങ്ങളതെല്ലാം കൊണ്ട് വിൽക്കാനായിട്ടുള്ള ഏർപ്പാട് ചെയ്തു. അപ്പോൾ അമ്മയുടെ സഹോദരിയുണ്ട് സിസിലി എന്ന് പറഞ്ഞ എറണാകുളത്തുള്ള. അപ്പോൾ ആൻറ്റിയോട് ഞാൻ വിളിച്ചു, ആൻറ്റി ഇങ്ങനെ പൈസ ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞു. ആൻറ്റിയും പറഞ്ഞു നിങ്ങൾ നോക്കി പറ്റുന്ന പോലെ ഞാൻ ചെയ്യാമെന്നും പറഞ്ഞ് 60,000 രൂപ മുതൽ മുടക്കിൽ ഞങ്ങൾ 150 വാർക്കത്തകിട് ഞങ്ങൾ 2008 ഫെബ്രുവരി 13 ഇവിടെ കൊണ്ട് ഇറക്കി. വണ്ടിയിൽ കൊണ്ട് ഇറക്കി. ആൾക്കാരെല്ലാം വളരെ പുച്ഛത്തോടു കൂടിയാട്ടോ അന്ന് ഞങ്ങളെ കാണാരുത്, ഒരിക്കലും വിജയിക്കില്ല. കാരണം അവന് കണ്ട് കിറുക്കുക, അവന് കണ്ണുപോയതോടുകൂടി അവന് മാനസികമായിട്ട് എന്തോ സംഭവിച്ചു. കാരണം ഈ സാധനം ഇവിടെ പലരും കണ്ടിട്ട് പോലുമില്ല. ഞാനതൊന്നും ചെവിക്കൊണ്ടില്ല, കാരണം ദൈവം എനിക്കായിട്ടൊരു വഴി ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളാണ്, അന്നും ഇന്നും വിശ്വസിക്കുന്ന ആളാണ്. അപ്പോൾ ഞങ്ങളിവിടെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അത് ഞങ്ങൾ പലരോടും അഭിപ്രായം ചോദിച്ച് പല സ്ഥലത്തുനിന്നുള്ള അഭിപ്രായം ഞങ്ങൾ എടുത്ത് ഞങ്ങൾ തന്നെ അത് ഓയിലൊക്കെ മേടിച്ചുകൊണ്ടൊന്ന് അടിച്ച്, ആദ്യമൊന്നും ശരിയായില്ല, അടിച്ചു. ഇതെങ്ങനെ വിപണിയിൽ എത്തിക്കുമെന്നുള്ളതായിരുന്നു പിന്നത്തെ ഒരു പ്രതിസന്ധി. അപ്പോൾ എനിക്കൊരു വലിയ അത് കഴിഞ്ഞ് ഇതൊക്കെ ആയപ്പോഴത്തേന് അത്യാവശ്യം കൂട്ടുകാരൊക്കെ ആയി. ഒക്കെ ഞാൻ അന്നേരം പറഞ്ഞു നമുക്ക് ഫ്ലെക്സ് വെക്കാമെന്ന് പറഞ്ഞ് ഫ്ലെക്സ് ഉണ്ടാക്കി. ഒരു 25 ഫ്ലെക്സ് വെച്ച് തീർന്ന ആദ്യത്തെ ഫ്ലെക്സിൽ നിന്ന് ഞങ്ങൾക്ക് വിളി വന്നു. ഞാൻ ചോദിച്ചു ചേട്ടാ വാർക്കത്തോട് വാടകയ്ക്ക് ഇടും. ഞാൻ പറഞ്ഞു അതെ വാർക്കത്തോട് വാടകയ്ക്ക് എന്ന് പറഞ്ഞ് വാടക വെച്ചല്ലോ. അപ്പോൾ എന്നോട് പറഞ്ഞു ചേട്ടാ ഞങ്ങൾക്ക് 300 ഷീറ്റാവണം, ഞങ്ങൾ ഷീറ്റിന് വേണ്ടി തപ്പി നടക്കുമായിരുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ ഇപ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞു. ഞാൻ ഫോൺ അങ്ങനെ കട്ട് ചെയ്തിട്ട് 150 ഉള്ളൂ, അതുകൊണ്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ വർക്ക് പോകുമെന്നുള്ളൊരു പ്രതിസന്ധി കൊണ്ടാണ് ഞാൻ ആ ഫോൺ അപ്പോൾ കട്ട് ചെയ്തത്. അപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്നൊരാശയം തോന്നി. ഞാൻ പറഞ്ഞു അത് അങ്ങനെ പറയാം, ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ചെയ്യട്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചേട്ടാ തകിടുണ്ടായിരുന്നു, ബാക്കി മുഴുവൻ ഓട്ടമെന്ന് പറഞ്ഞു. എത്ര ഉണ്ടെന്ന് ചോദിച്ചു. 150 150 തരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞെല്ലാം 15 മിനിറ്റ് ആകുമ്പോൾ അവർ 3-4 പണിക്കാരും എല്ലാം ഇവിടെ വന്ന് സന്തോഷമായിട്ട് കയറ്റി 3000 രൂപ അന്ന് വാടകയായിട്ട് എൻ്റെ കയ്യിൽ ആദ്യത്തെ കച്ചവടമായിട്ട് കൊണ്ടുവന്നെ പിറ്റേ ദിവസം തന്നെ കൈ വെച്ച് തന്നു. ആ ഫ്ലെക്സ് വെച്ചാണ്ട് ആൾക്കാർ പിന്നെയും വിളിക്കാൻ തുടങ്ങി. അപ്പോൾ തകിടില്ല ഞങ്ങളുടെ കയ്യിൽ. അപ്പോൾ ഞങ്ങൾ വ്യവസായ വകുപ്പിനെ സമീപിച്ചു. അപ്പോൾ അവിടുന്ന് ഒരു 1.5 ലക്ഷം രൂപ PGME സ്കീമിൽ പെടുത്തി തരാമെന്ന് പറഞ്ഞു. അതെല്ലാം പെട്ടെന്ന് 2-3 മാസം കൊണ്ടെല്ലാം പെട്ടെന്ന് പാസ്സായി.
അത് വന്ന് അതിനും ഞങ്ങളൊരു 200, അപ്പോൾ ഒരു 400 തകടായി. 400 തകടെന്ന് പറയുമ്പോൾ ഒരു 10-15,000 രൂപയ്ക്ക് അന്നേരത്തേക്ക് മാസം ഞങ്ങൾക്ക് വരാൻ തുടങ്ങി. ചെറിയ പൈസ ഞങ്ങൾക്ക് നമുക്കൊരു 15,000 രൂപ എന്ന് പറയുന്ന വലിയ സംഭവമാണ്. മാസവരുമാനമായി. അതെല്ലാം വന്ന് ഞങ്ങൾ അങ്ങനെ മുമ്പോട്ട് പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഇനി ഇത് വർദ്ധിപ്പിക്കണം. കാരണം ഒത്തിരി ഓർഡർ വരുന്നുണ്ട് നമുക്ക്. ജില്ലയ്ക്ക് പുറത്ത് ഒത്തിരി ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരാൻ തുടങ്ങി. അങ്ങനെ വരാൻ തുടങ്ങിയ സമയത്ത് ഞാൻ ഗോകുമാർ സാറ് ബാങ്ക് പ്രസിഡന്റ്, കോപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് അവിടെ ചെന്ന് സംസാരിച്ചു. സാറ് ഇങ്ങനെ ഒരു സംരംഭം ഞാൻ തുടങ്ങി. അപ്പോൾ സാറ് വന്ന് കാണുകയൊക്കെ ചെയ്തു. അല്ലാതെ സാറിന് അഭിപ്രായം തോന്നി. സാറ് പലരോടൊക്കെ അന്വേഷിച്ചിട്ടുണ്ടാവും. എന്നാലും ഒരു 3 ലക്ഷം രൂപ ഞാൻ ആവശ്യപ്പെട്ടു. ആദ്യം തരികയില്ലെന്നൊക്കെ പറഞ്ഞെങ്കിൽ സാർ അത് അനുവദിച്ചു. ആ 3 ലക്ഷം രൂപ എനിക്ക് അനുവദിച്ചു. ആ പൈസ കിട്ടി അതേകൂടി ഞാൻ കോട്ടയത്ത് പോയി ഈ ഷീറ്റ് അത്രയും പൈസയ്ക്ക് ഷീറ്റ് എടുത്തു. ഒരു 800 ഷീറ്റ് ഒക്കെ. അപ്പോൾ തന്നെ 25,000 30,000 ഒക്കെ മാസത്തേക്ക് വരുമാനമാകാൻ തുടങ്ങി. അന്നേരമാണ് പ്രതിസന്ധി പിന്നെയും പിടികൂടുന്നത്. കാരണം സ്പാനും ജാക്കിയിലേക്ക് ആൾക്കാർ പണി മാറ്റി, മുട്ടും തിലാനും എല്ലാം മാറ്റി. അപ്പോൾ അതിന് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റാണ്. തകിടിൻ്റെ പോലുള്ള പൈസ കൊണ്ടൊന്നും നടക്കുകയില്ല. അപ്പോൾ ഞാൻ മത്സരം പറഞ്ഞു നമുക്കതിനും വെയിറ്റ് ചെയ്യാം. ഒരു ചിട്ടിയൊക്കെ ഞങ്ങൾ പതുക്കെ കൂടി 2-2 ലക്ഷം രൂപ കിട്ടിയതുകൊണ്ട് ഞങ്ങൾ എറണാകുളത്ത് SR പൈപ്പിൽ നിന്ന് രാജേഷ് ചേട്ടൻ്റെ അടുത്ത് ഫോൺ നമ്പറൊക്കെ തപ്പിയെടുത്ത്, അങ്ങനെ പരിചയമൊന്നുമില്ല, നെറ്റിൽ കൂടെ കയറി ഒന്ന് തപ്പിയെടുത്ത് കിട്ടി. ഞങ്ങൾ അവിടെ ചെന്നു രാജേഷ് ചേട്ടനായിട്ട് സംസാരിച്ചു. വേറൊന്നും പറഞ്ഞില്ല. 2.5 ലക്ഷം രൂപയ്ക്കുള്ള സാധനം കൃത്യമായിട്ട് 2 ലക്ഷം രൂപ അടച്ചു. അതിനുള്ള സാധനം അവിടെ നിന്ന് വണ്ടിയെ കയറ്റി വിട്ടു. അതെല്ലാം ഇവിടെ കൊണ്ട് ഇറക്കി. അതിന് ഞങ്ങൾ സാധനം എൻ്റെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ആൾക്കാർ വ്യാപകമായിട്ട് നമ്മുടെ അടുത്തേക്ക് വരാൻ തുടങ്ങി. പല സ്ഥലത്തും നമ്മളെ വിളിക്കാൻ തുടങ്ങി. അപ്പോൾ അതെല്ലാം 1-2 സൈറ്റിലേക്ക് പോയപ്പോഴത്തേക്കും അതങ്ങ് തീർന്നു. പിന്നെ ഇത് രക്ഷയില്ല. അപ്പോൾ ഒരു ദിവസം ഞാൻ രാജേഷേട്ടനെ അടയ്ക്ക് എന്നെ വിളിക്കും. പിന്നെ ഞാൻ അവിടെ നിന്നൊരു പുതിയ കസ്റ്റമർ ആയതുകൊണ്ട് ബിസിനസ് ഉണ്ടോ എന്ന് അറിയാനായിട്ട് രാജേഷേട്ടനെ വിളിക്കുന്ന സമയത്ത് ഞാൻ പറയാം ഇങ്ങനെ ബിസിനസ് ഭയങ്കരമായിട്ട് വരുന്നുണ്ട്, ഒട്ടും മാർഗ്ഗമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ രാജേഷേട്ടൻ എന്നോട് പെട്ടെന്ന് ചോദിച്ചു നിനക്ക് എത്ര ലക്ഷം രൂപയുടെ സാധനം? ഞാൻ രാജേഷേട്ടൻ എനിക്കെങ്കിൽ ലക്ഷത്തിൻ്റെ കണക്കൊന്നും പറയാൻ അറിയത്തില്ല, എനിക്ക് ഇത്രയൊക്കെ സാധനം വേണം. 10-200 സ്പാൻ വേണം, ജാക്കി വേണം, ഷീറ്റ് പിന്നെ ഇവിടെ കോട്ടയത്തുണ്ട്, അത് കിട്ടും, ഷീറ്റ് അത്യാവശ്യം ഉണ്ട്. രാജേഷേട്ടൻ അത് പറഞ്ഞു 10 ലക്ഷം രൂപയുടെ സാധനം ഞാൻ നാളെ കയറ്റി വിടുമെന്ന് പറഞ്ഞു. അതെൻ്റെ ജീവിതത്തിലെ വലിയൊരു വഴിത്തിരിവാണ്. അതൊന്നും ആ കുടുംബത്തെ നന്ദിയോടുകൂടി, ഇന്നോ സ്ഥാപനം അവിടെ ഉണ്ട്, കേരളത്തൊക്കെ പോകുമ്പോൾ അവിടെ കയറാറുമുണ്ട്, നന്ദിയോടെ ഓർക്കുന്നു. ആ മാസത്തെ ക്രെഡിറ്റിന് ഒരു ഗ്യാരണ്ടിയോ ഒന്നുമില്ലാതെ 10 ലക്ഷം രൂപയുടെ സാധനം കൊണ്ട് ഒരു കണ്ണ് കാഴ്ചയുള്ള ഒരാൾക്ക് ഒരു 1000 രൂപ പോലും പൈപ്പ് കൊടുക്കാത്തൊരു കാലത്ത് ഒരു അന്ധനായ മനുഷ്യന് അത്രയും രൂപയുടെ സാധനം അയാൾ കടം തന്നു വിടുന്നു. അത് പക്ഷേ കൃത്യമായിട്ട് ഞാൻ അടച്ചു കിട്ടോ. 1000 രൂപ 500 രൂപ കിട്ടിയാൽ പോലും ഞാനത് ഇട്ട് കൊടുക്കും. അക്കൗണ്ടിലിട്ട് ഒരാഴ്ചയായിട്ട് പൈസ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇട്ട് കൊടുക്കും. ആ സ്നേഹബന്ധം വലിയ ഒരു രീതിയിലേക്ക് അങ്ങ് വളർന്നു. ആവശ്യത്തിനുള്ള സാധനം പിന്നെയും 8-10 ലക്ഷം രൂപയുടെ സാധനം അതുപോലെ എനിക്ക് ഓർഡർ ഇവിടെ വന്ന സാധനം ഇല്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ എനിക്കത് 2-3 ദിവസത്തെ ഡേറ്റിനുള്ളിൽ കൊടുക്കാൻ പറ്റിയില്ലെന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ ഞാൻ സാധനം ഓർഡർ ചെയ്ത് അന്ന് രാത്രി ഇവിടെ കൊണ്ടുവരും. ഞാനും പണിക്കാരോട് കൂടി അതെല്ലാം ഇറക്കി അത് ക്ലീൻ ചെയ്ത് അത് പിറ്റേ ദിവസത്തെ ഓർഡറാക്കി അത് ലോഡ് ഞങ്ങൾ അവിടെ സൈറ്റിലെത്തിക്കും. എത്രത്തോളം സാധനങ്ങളുണ്ട്? ഇപ്പോൾ എനിക്ക് ചെറുതും വലുതായിട്ട് 3000 ഷീറ്റുണ്ട്. സ്പാൻ വന്നിട്ട് 600 സ്പാനുണ്ട്. ജാക്കി 1500 രൂപ ഉണ്ട്. ഏകദേശം എനിക്കൊരു 3 ലക്ഷം രൂപയോളം ഇപ്പോൾ അതിൽ നിന്ന് ഫുള്ളായിട്ട് ഓടിക്കഴിഞ്ഞാൽ 3 ലക്ഷം രൂപയോളം അതിൽ നിന്ന് സമ്പാദിക്കാൻ പറ്റും. മാസവരുമാനം 4 തൊഴിലാളികൾക്ക് എനിക്ക് തൊഴിലും കൊടുക്കാൻ പറ്റും. 4 കുടുംബത്തിൻ്റെ അത്താണിയും കൂടെയാണ് ഞാൻ. അപ്പോൾ അവർക്ക് അത്രയും പേർക്കും തൊഴിൽ കൊടുക്കാനുണ്ട്. ഞാനങ്ങനെ അന്ധനായെന്നും പറഞ്ഞ് ഞാനങ്ങനെ പരിക്കാത്ത കയറി വെറുതെ അടഞ്ഞിരുന്നിട്ട് കാര്യമില്ല. ഒരുപക്ഷെ അന്ന് ആരെങ്കിലുമൊക്കെ എന്നെ സഹായിക്കാനോ എടുക്കാനോ ഒക്കെ ഉണ്ടിരുന്നെങ്കിൽ ഞാൻ ഇപ്പോഴും ആ വീട്ടിൽ തന്നെ അങ്ങ് ഇരുന്ന് പോയി. എനിക്ക് കൃത്യസമയത്ത് ഭക്ഷണം എടുത്ത് വരികയും അതങ്ങനെ വന്നതുകൊണ്ട് എനിക്ക് പുറത്തേക്ക് അങ്ങ് ഇറങ്ങി പോകണമെന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും എനിക്ക് അഭിപ്രായം എന്നാന്ന് ചോദിച്ചാൽ വൈകല്യം മനുഷ്യനൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാവും, ജന്മനാ ഉണ്ടാവും, അല്ല അപകടത്തിലുണ്ടാവും. ആരും മാനസികമായിട്ട് തളരുവെടുക്കുക. നമ്മുടെ മുമ്പിൽ ഇഷ്ടംപോലെ കാര്യങ്ങൾ, ഇഷ്ടംപോലെ വഴികൾ നമുക്ക് തുറന്നു വിടുക. നമ്മളൊന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിലേക്കെല്ലാം എത്തിപ്പെടാൻ പറ്റാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവിധ ആശംസകളും ചേട്ടാ. കരിയ. അപ്പോൾ ഇതാണ് സാബുചേട്ടൻ്റെ ജീവിതകഥ. കോട്ടയം പള്ളിക്കത്തോട് സ്വദേശിയാണ് ഇദ്ദേഹം. 23-ാമത്തെ വയസ്സിലാണ് അപ്രതീക്ഷിതമായ ഒരു അപകടം സംഭവിക്കുകയും അദ്ദേഹത്തിൻ്റെ കണ്ണുകളുടെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെടുകയും ചെയ്യുന്നത്. എന്നാൽ വിധിക്ക് മുൻപിൽ അങ്ങനെ തോറ്റുകൊടുക്കാൻ അദ്ദേഹം തയ്യാറായില്ല. വിധിയോട് പോരാടി അദ്ദേഹം വിജയിച്ചിരിക്കുകയാണ്. ഇപ്പോൾ പ്രതിമാസം 3 ലക്ഷത്തോളം രൂപയാണ് അദ്ദേഹം സമ്പാദിക്കുന്നത്. എല്ലാവർക്കും ഇൻസ്പിറേഷൻ ആകുന്നൊരു വലിയ ജീവിത കഥ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെത്. കോട്ടയം പള്ളിക്കത്തോട് നിന്നും വിവേക് ജി വിനോദിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി.